ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചി സുധിയോട് പറയുന്നുണ്ട്, ഒരാൾ നിന്നെ പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നെങ്കിൽ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിന്റെ കൂടെ ഇരിക്കുന്ന ആരോ ഒരാൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വെച്ചിട്ടാണ് അയാൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതും പേടിപ്പിക്കുകയും ചെയ്യുന്നതെന്നൊക്കെ പറയുവാണേ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ മുഖമൊക്കെ മാറുവാണ്. വർഷ പറയുന്നുണ്ട്, കറക്റ്റാ സച്ചേട്ടാ, ഞാനും ചില നോവലിലൊക്കെ വായിച്ചിട്ടുണ്ട്. എന്തെന്ന് വെച്ചാലേ, ആരെങ്കിലും എന്തെങ്കിലും കഴിഞ്ഞ നമ്മുടെ പാസ്റ്റിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയ ഒരാളാണ് ഇതുപോലെ ഫേക്ക് ലെറ്ററൊക്കെ എഴുതി അയക്കുന്നതെന്നൊക്കെ വർഷ പറയുവാണ്. ഇങ്ങനെ ലെറ്ററൊക്കെ എഴുതി പേടിപ്പിക്കാൻ വേണ്ടി മാത്രം സുധിയേട്ടൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഒന്നെങ്കിൽ ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് സച്ചി. ശ്രുതിയുടെ പേരൊന്നും പറയുന്നില്ല, ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കുവാണ്. ശ്രുതിയും സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എല്ലാവരും ഇത് ശ്രദ്ധിക്കുവാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ ശ്രുതിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, പിന്നെ നോക്കാതെ ഇവർ രണ്ടുപേരും ഫ്രോഡാ, അപ്പോൾ പിന്നെ ഇവരെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ സച്ചി, ഇങ്ങനെയാണോ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളെ പറ്റി ഇങ്ങനെയാണോ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട്, കൂട്ടത്തിൽ സച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ, പക്ഷെ അവൻ പറഞ്ഞതിലൊരു കാര്യമുണ്ട്, ഒരാൾ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ സുധി പറയുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റാണ് അച്ഛാ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, സുധിയേട്ടൻ ഈ വീട്ടിൽ എന്തോരം തെറ്റുകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ സുധി പറയുന്നുണ്ട്, അതിന് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ അപ്പം തന്നെ പിടിക്കപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ആ അത് ശരിയാ, ഈ സുധിയേട്ടനെ പിടിക്കപ്പെടാതെ തെറ്റ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. തെറ്റൊന്നും ചെയ്യാതെ ഒരാൾ നിന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ നീ അതിപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യണം സുധി എന്ന് രവീന്ദ്രൻ പറയുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ അച്ഛൻ ഈ പറഞ്ഞത് പോയിന്റാ, എടാ സുധി വാ ഞാനും വരാം, നമുക്കിപ്പോൾ തന്നെ സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാം എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും ശ്രുതി തടയുന്നുണ്ട്, ഏയ് നിക്ക് പോവാനൊക്കെ വരട്ടെ, എന്തിനാ ഇപ്പോൾ പരാതിയൊക്കെ കൊടുക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നിങ്ങളെ ഒരാൾ ഭീഷണിപ്പെടുത്തുന്നില്ലേ, അപ്പോൾ പിന്നെ അത് പരാതി കൊടുക്കണ്ടേന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ തുടക്കം മുതലേ ശ്രുതിയോട് പറയുന്നത് ഇത് പൈസക്ക് വേണ്ടി ഏതൊരു നോൺസെൻസ് ചെയ്യുന്ന പണിയാണെന്ന്, നമ്മളിത് മൈൻഡ് ചെയ്യാതെ വിട്ടാൽ മതി. എൻ്റെ പാർലറിലും ഒരുപാട് ആളുകൾ ഇങ്ങനെ പണത്തിന് വേണ്ടി ഭീഷണിപ്പെടുത്താറുണ്ട്, നമ്മൾ അതിനെയൊന്നും പേടിക്കാതെ ഭയമില്ലെന്ന് കാണിച്ചാൽ തന്നെ അവരത് വിട്ട് പൊക്കോളും, നമ്മൾ അതിന് വലിയ മൈൻഡ് കൊടുക്കാതിരുന്നാൽ മതി, ഇതും അതുപോലെ തന്നെയാണ്, നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി എന്ന് പറയുവാണ് ശ്രുതി. അതുമാത്രമല്ല, ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിനെയും ബാധിക്കും എന്നൊക്കെ പറയുവാണ്. സച്ചിക്ക് ശ്രുതിയുടെ ഈ ന്യായീകരണത്തിൽ സംശയം തോന്നുവാണ്. സച്ചി ഇങ്ങനെ ശ്രുതിയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചന്ദ്രയും ശ്രുതിയുടെ ന്യായത്തെ ന്യായീകരിക്കുന്നുണ്ട്. ആ ശ്രുതി പറഞ്ഞത് ശരിയാ, ഇപ്പോൾ കടയിൽ അപ്പോൾ പോലീസൊക്കെ കയറിയിറങ്ങി നടക്കുന്നത് കണ്ട ആളുകൾ വിചാരിക്കും എന്തോ പ്രശ്നമുള്ള ഷോപ്പാണ്, ഇവിടെ നിന്ന് സാധനങ്ങളൊന്നും മേടിക്കണ്ടെന്ന്, അത് നിങ്ങളുടെ കച്ചവടത്തെ ബാധിക്കും, അതൊന്നും വേണ്ട, പരാതിയൊന്നും കൊടുക്കണ്ടെന്ന് നമ്മുടെ ചന്ദ്രയും പറയുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇനി ഇതുപോലെ ലെറ്റർ വരുവാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാമെന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം, ശ്രുതി പറഞ്ഞില്ലേ ഇനി ഇതുപോലെ ലെറ്റർ വരുന്നുണ്ടോ എന്ന് നോക്കാം, ബാക്കി പരിപാടികളൊക്കെ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്നൊക്കെ രവീന്ദ്രനും പറഞ്ഞിട്ട് അവിടെ നിന്ന് എല്ലാവരും ഹാളിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകുവാണ്. പക്ഷേ സച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചേട്ടൻ എന്താ ഈ ആലോചിക്കുന്നത്, സച്ചേട്ടൻ എല്ലാം ഇത് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? പാർലറേട്ടത്തിയെ ഇത് പകുതിക്ക് വെച്ച് വഴിതിരിച്ച് വിട്ടതാ, ഞാനിത് കണ്ടുപിടിക്കുമെന്ന് സച്ചി പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ അന്വേഷിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത കാര്യമോ, ഏതോ ഒരുത്തൻ ഇത് ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിൽ കുറ്റിയിട്ട് തന്നതാ, അവൻ ആരാണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കും, നോക്കിക്കോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇത് ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് പേടിക്കുവാണ്. ശ്രുതി നേരെ മീരയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. മീരയോട് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മീര പറയുന്നുണ്ട്, ഈ നവീൻ എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യുന്നേ, എനിക്കറിയില്ല, എനിക്ക് ആലോചിച്ചിട്ട് ആകെ പേടിയാവുന്നു, ഇപ്പം തന്നെ കണ്ടില്ലേ ആ നവീൻ സച്ചിയെ ചൂട് പിടിപ്പിച്ച് വിട്ടിരിക്കുക, ഇനി ഇത് ആരാ ചെയ്തതെന്ന് അറിഞ്ഞിട്ടേ സച്ചി അടങ്ങൂ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ മീര ചോദിക്കും, അയാൾ എന്തിനാ സച്ചിയുടെ പേര് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, എന്നാലല്ലേ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുള്ളൂ, എൻ്റെ സമാധാനം പോയി കിട്ടത്തുള്ളൂ, അതിനു വേണ്ടി കളിച്ച കളിയാണ് ഇതൊക്കെ നവീൻ എന്ന് പറയുന്നുണ്ട്. സച്ചിയാണെങ്കിൽ നാട് മൊത്തം കാറും കൊണ്ട് കറങ്ങുന്നവനാ, ഈ നവീനെ കണ്ടുപിടിക്കാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല, സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് അവൻ എൻ്റെ ജീവിതത്തിലോട്ട് ഇങ്ങനെ തലയിട്ടുകൊണ്ടിരിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ സച്ചി മറന്നോളും, പിന്നെ അതിൻ്റെ പിറകിലായിരിക്കും എന്നൊക്കെ ശ്രുതി പറയുവാണ്. അപ്പോൾ മീര പറയുന്നുണ്ട്, അതിനിപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ് നീ പോകുന്നതെന്ന് ചോദിക്കുവാണ്. എന്നെക്കൊണ്ട് പറ്റും, ശരത്ത് മോഷ്ടിക്കുന്ന ആ വീഡിയോ അത് സച്ചിയുടെ ഫോണിൽ നിന്ന് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം, അത് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ
കുടുംബത്തിലോട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നങ്ങൾ കാരണം സച്ചിക്ക് പിന്നെ എൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ നേരെ കിട്ടത്തില്ല എന്നൊക്കെ ശ്രുതി പറയുവാണ്. അപ്പോൾ മീര പറയുന്നുണ്ട്, നീ ആ വീഡിയോ എടുക്കാൻ കുറേ ശ്രമിച്ചതല്ലേ, കട്ടിലടിയിലൊക്കെ ഒളിഞ്ഞു കിടന്നു, എന്നിട്ടും അത് കിട്ടിയില്ലല്ലോ, പിന്നെ ഇനി എങ്ങനെയാണ് എടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇനി ആ സച്ചിയുടെ ഫോൺ അടിച്ചു മാറ്റാൻ പോകുന്നത് ഞാനല്ല, സച്ചിയുടെ ഫോണിൽ നിന്ന് ആ വീഡിയോ എടുക്കാൻ പോകുന്നത് നീയാണെന്ന് പറയുവാണ്. അപ്പം മീര ഞെട്ടും, ഞാനോ, നീ എന്താടി ശ്രുതി പറയുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പോൾ ശ്രുതി തൻ്റെ മനസ്സിലുള്ള പദ്ധതിയൊക്കെ പറയുവാണേ, നാളെ നീ സച്ചിയുടെ വണ്ടി ബുക്ക് ചെയ്യണം, ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാറിലിരുന്നിട്ട് നിന്റെ ഫോൺ ഓഫായി പോയി സച്ചിയുടെ ഫോൺ ഒന്ന് കോൾ ചെയ്യാൻ വേണ്ടി ചോദിക്കണം, ആ കോൾ ചെയ്യാൻ തരുന്ന ഗ്യാപ്പിൽ നീ ആ സച്ചിയുടെ ഫോണിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് എൻ്റെ ഫോണിലോട്ട് അയക്കണം എന്ന് പറയുവാണ്. അപ്പോൾ തന്നെ മീര പറയും, നീ എന്താടി പറയുന്നേ, നിങ്ങളുടെ പ്രശ്നത്തിൽ എന്നെയും പെടുത്തുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി ഈ ഒരു കാര്യം ചെയ്യില്ലേ നീ എന്ന് ചോദിക്കുമ്പോഴേക്കും മീര പറയുവേ, ചെയ്യുന്നതിലല്ല, പക്ഷേ നാളെ ഒരു സമയത്ത് സച്ചി ആലോചിക്കും ഈ വീഡിയോ എങ്ങനെ എന്നാലും പുറത്ത് വന്നു എന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോഴേക്കും സച്ചിക്ക് എൻ്റെ കാര്യം ഓർമ്മ വന്നാൽ കാറിൽ നിന്ന് ഞാൻ ഫോൺ എടുത്തിട്ട് ഈ വീഡിയോ ലീക്കായതാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം, അയ്യോ സച്ചി എന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഓർക്കാൻ പോലും വയ്യാന്ന് മീര പറയുവാണേ. സച്ചിക്ക് അത്രയൊന്നും ചിന്തിച്ചെടുക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല, നീ ആ വീഡിയോ എനിക്ക് അയച്ചു കഴിഞ്ഞിട്ട് ആ മെസ്സേജ് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ മീരക്ക് അപ്പോഴും ടെൻഷനാണേ. എന്നാലും സിംഹത്തിൻ്റെ വായിൽ തലയിട്ട് കൊടുക്കുന്നത് പോലെയാണല്ലോ ഇത്, എനിക്ക് പേടിയാവുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഹേയ് നീ എന്തിനാ പേടിക്കുന്നേ, നീ ധൈര്യമായിട്ട് എനിക്ക് അയച്ചതാന്നൊക്കെ പറയുവാണ്. അപ്പോൾ മീര ചോദിക്കും, ഈ വീഡിയോ പുറത്തായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് രേവതി ആയിരിക്കും, രേവതി പാവമല്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, പിന്നെ രേവതി പാവം, നിനക്കവളുടെ സ്വഭാവം ശരിക്കും അറിയാൻ പാടില്ലാന്നിട്ടാ രണ്ടുപേരും കൂടി ചേർന്നിട്ടാ എൻ്റെ ജീവിതത്തിലെ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആൻറ്റിയുടെ സ്വഭാവം അറിയാലോ, അവരെ അപ്പം തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും, പിന്നെ രേവതിയുടെ സച്ചിയുടെ ശല്യം തന്നെ എനിക്ക് ഉണ്ടാവില്ല, നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം എന്ന് പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, ശരി ഞാൻ ചെയ്തേക്കാമെന്ന് പറയുവാണ്. പിന്നെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്, സച്ചി രാവിലെ തന്നെ ശ്രുതി പറഞ്ഞ അമ്പലമില്ലേ സ്വാമിയാരെ കണ്ടെന്ന് പറഞ്ഞത്, ആ അമ്പലത്തിലോട്ട് പോവാണ്. എന്നിട്ട് അകത്തോട്ട് കയറി അവിടെ മൊത്തം അന്വേഷിക്കുന്നുണ്ട് ആ സ്വാമി അവിടെ വല്ലയിടത്തും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെയൊന്നും കാണുന്നില്ല. അപ്പോൾ സച്ചി അവിടെ പരിചയമുള്ള രണ്ടുപേരെ കാണുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, സച്ചി നിനക്ക് ദൈവവിശ്വാസമൊന്നും ഇല്ലല്ലോ, പിന്നെ നീ എന്താ അമ്പലത്തിൻ്റെ ഉള്ളിലെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, ഓ കല്യാണം കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറിയെന്നേ. അപ്പോൾ അവർ പറയുന്നുണ്ട്, നല്ല ശക്തിയുള്ള ദേവിയാ സച്ചി, നീ പ്രാർത്ഥിച്ചോ എല്ലാം നടക്കും എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവർ ഈ അമ്പലത്തിൽ മിക്കപ്പോഴും വരുന്നവരാ, ഇവരോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് സച്ചി അവരോട് ചോദിക്കുന്നുണ്ട്, അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇന്നലെ വൈകുന്നേരം ഒരു 4 മണി ആയപ്പോഴേക്കും ഇവിടെ ഒരു സ്വാമിയാർ വന്നിട്ടുണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. ആ ഇവിടെ ഉണ്ടായിരുന്നു, അതൊരു കള്ളസ്വാമിയാ. അപ്പോൾ സച്ചി ചോദിക്കും, കള്ളസ്വാമിയോ? അതേനെ, ഇവിടെ അമ്പലത്തിൽ സ്വാമിയുടെ വേഷവും കെട്ടി വരുന്ന ഭക്തരോടൊക്കെ പൈസ പിരിവ് ചെയ്യുമായിരുന്നു, അന്നദാനത്തിനാണ്, ഹോമം നടത്താനാണ്, നിങ്ങളുടെ നല്ലതിനാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാശ് അവൻ പിരിച്ചെടുത്തു. ലാസ്റ്റ് ഈ അമ്പലക്കാരൊക്കെ കണ്ടുപിടിച്ചു അതൊരു കള്ളസ്വാമിയാണെന്ന്. അവനോട് പോയി അവൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചപ്പോഴേക്കും ഉരുണ്ട് കളിക്കുന്നു, എവിടെന്നാ വന്നതെന്ന് പോലും അവൻ പറയുന്നില്ല, ദൈവം എല്ലാവർക്കും ഉള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ പിരിവെടുക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ നാട്ടുകാരും അമ്പലക്കാരും എല്ലാവരും കൂടി ചേർന്ന് അവനെ നല്ലോണം പെരുമാറിയിട്ടാ വിട്ടതെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആണോ, അയാൾ എങ്ങനെ ഇരിക്കുന്നതെന്നറിയോ? അപ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന ആ ചേട്ടൻ പറയുന്നുണ്ട്, ആ ഇവനെ പെരുമാറുന്ന ടൈമിലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഫോണിലുള്ള വീഡിയോ സച്ചിക്ക് കാണിച്ചു കൊടുക്കുവാണ്. വീഡിയോ കാണുന്നതും സച്ചി എളുപ്പം ആളെ തിരിച്ചറിയുന്നുണ്ട്, അത് നവീനാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സച്ചി പറയും, ഇവനായിരുന്നു, ഇവനൊരു ഫ്രോഡാണ്, ഒരു പ്രാവശ്യം ഇവനെ ഞാൻ പോലീസിൽ പിടിച്ചേൽപ്പിച്ചതാ, ഇവൻ വീണ്ടും ഈ പരിപാടിക്കാൻ ഇറങ്ങിയിരിക്കുവാണല്ലേ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇനി ഇവനെ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ എന്നെ അപ്പം തന്നെ വിളിച്ച് വിവരം അറിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയും, ആ സച്ചി ഞങ്ങൾ അപ്പം തന്നെ പറഞ്ഞേക്കാം എന്ന് പറയുവാണ്. എന്നിട്ട് സച്ചി അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ നേരമാണ് നമ്മുടെ മീര സച്ചിയെ ഫോണിൽ വിളിക്കുന്നത്. സച്ചിക്ക് മീരയാ വിളിക്കുന്നതൊന്നും അറിയില്ലേ. ഓക്കെ മാഡം ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. എന്നിട്ട് മീര പറഞ്ഞ സ്ഥലത്ത് സച്ചി പോകുവാണ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മീര വണ്ടിക്ക് കൈ കാണിച്ച് നിർത്തുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എൻ്റെ വണ്ടിക്ക് കൈ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ മീര പറയും, ഞാനാ ഈ വണ്ടി ഇപ്പോൾ ബുക്ക് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, നീയാണോ എൻ്റെ വണ്ടി ബുക്ക് ചെയ്തത്? ഞാൻ വേറെ ഏതോ സവാരിയാണെന്നൊക്കെയാണ് ഓർത്തത്. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, അതെന്താ എന്നെയൊന്നും ഈ കാറിൽ കയറ്റത്തില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, അയ്യോ അങ്ങനെയൊന്നുമല്ല, എനിക്ക് സവാരി കിട്ടിയാൽ മതി. അല്ല എങ്ങനെ കറക്റ്റായിട്ട് എൻ്റെ വണ്ടി തന്നെ നീ വിളിച്ച് ബുക്ക് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, എനിക്ക് അതിനെ സച്ചിയുടെ കാറാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു, ഈ ക്യാബിൻ്റെ നമ്പർ ഒരു ഫ്രണ്ട് വഴി കിട്ടിയതാ, അങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്തു, സച്ചിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നതെന്നൊക്കെ മീരയും പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, ആ ശരി കാറിൽ കയറുമെന്ന് പറഞ്ഞിട്ട് മീരയെ വണ്ടി കയറ്റുവാണ്.
അങ്ങനെ മീര സച്ചിയുടെ കാറിൽ കയറിയിട്ട് പോകേണ്ട സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സച്ചി അങ്ങോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മീര ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക. ഞാൻ ചോദിച്ചാൽ ഈ സച്ചി ഫോണൊക്കെ തരുമോ, എനിക്ക് ആലോചിച്ചിട്ട് പേടിയാവുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിട്ടൊന്നും അറിയാത്ത പോലെ സച്ചിനോട് വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്. സച്ചിയേട്ടൻ എത്ര നാളായി ഈ കാറൊക്കെ ഓടിക്കുന്നു എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അതൊരുപാട് വർഷമായിന്ന്. എൻ്റെ 18 വയസ്സുള്ളപ്പോഴേ ഞാൻ ഈ വണ്ടിയൊക്കെ ഓടിക്കാൻ തുടങ്ങിയതാന്ന് പറയുമ്പോഴേക്കും മീര ശരി എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിശേഷമൊക്കെ വേറെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്താ എപ്പോഴും പാലറേട്ടത്തിയായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, നിനക്ക് ജോലിയൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, ഞാനൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ്. അപ്പോൾ സച്ചി പറയും, IT കമ്പനിയിൽ വർക്ക് ചെയ്യുവാണോ, എന്നിട്ടാണ് ഈ പാലറേട്ടത്തിയായിട്ടൊക്കെ കറങ്ങുന്നതെന്ന്, നിനക്ക് വേറെ പണിയില്ലേന്ന് ചോദിക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, അത് പിന്നെ എൻ്റെ കൂട്ടുകാരത്തിയല്ലേ, അതുകൊണ്ട് ഞാൻ കറങ്ങുന്നു. അതെന്താ അങ്ങനെ സച്ചി പറഞ്ഞേ, ശ്രുതിയുടെ കൂടെ ഞാൻ കറങ്ങാൻ പാടില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതല്ല പാലറേട്ടത്തിയുടെ കാര്യം എന്തോ ഒരു സംശയം, നിഗൂഢത നിറഞ്ഞൊരു രഹസ്യം നിറഞ്ഞൊരു കലവറയായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ സച്ചി പറയുവാണേ. അല്ല പാലറേട്ടത്തിയായിട്ട് എത്ര നാളത്തെ പരിചയം? അപ്പോൾ മീര പറയുന്നുണ്ട്, ഞങ്ങൾ ചെറുപ്പം മുതലേ ഫ്രണ്ട്സ് അല്ലേ. അപ്പം നീയും മലേഷ്യയിലായിരുന്നോ? അപ്പോൾ മീര പറയുന്നുണ്ട്, ഏയ് ഞാൻ മലേഷ്യയിലൊന്നുമല്ല. അപ്പോൾ സച്ചി ചോദിക്കും, മലേഷ്യയിലല്ലേ, പാലറിടത്തി മലേഷ്യയിലല്ലേ ജനിച്ചതും വളർന്നതും ഒക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെ ഫ്രണ്ട്സ് ആയി എന്ന് ചോദിക്കുമ്പോഴേക്കും മീര പെടുവാണ്. മീര മനസ്സിൽ വിചാരിക്കും, ഈ സച്ചിയുടെ കയ്യിൽ നിന്ന് ഫോൺ എടുത്ത് രഹസ്യങ്ങളൊക്കെ ചോർത്താന്ന് വിചാരിച്ചപ്പോഴേക്കും ഈ സച്ചി എൻ്റെ അടുത്തുനിന്ന് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്നതാണല്ലോ കാണുന്നതെന്നൊക്കെ മീര വിചാരിക്കുവാണേ. സച്ചി ചോദിക്കും, എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, അത് പിന്നെ എൻ്റെ അച്ഛനും ശ്രുതിയുടെ അച്ഛനും മലേഷ്യയിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. വെക്കേഷന് നാട്ടിൽ വരുമ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിലൊക്കെ വരും, അങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അങ്ങനെ, എന്നാലും ഇതുപോലുള്ള ഒരാളായിട്ട് എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നതെന്നൊക്കെ ചോദിക്കുവാണ് സച്ചി. അപ്പോഴേക്കും മീര പറയും, ഹലോ, എൻ്റെ ഫ്രണ്ടിനെ പറ്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും മീര പറയും, അയ്യോ എൻ്റെ സൗണ്ട് ടോണ് മാറിയല്ലോ, ഇനി ഞാൻ ചോദിച്ചാൽ സച്ചി ഫോൺ തരാതെ ഇരിക്കുമോ. ടെൻഷനൊന്നും ആവുന്നതല്ല, എന്നാലും ശ്രുതി നല്ല കുട്ടിയെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, പിന്നെ അതെനിക്കറിയാലോ. എന്നിട്ട് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ശരിയായ കേടിയാവള്, നല്ലൊരു ഒന്നാം തരം ഫ്രോഡ് എന്നിങ്ങനെ പയ്യെ പറയുമ്പോഴേക്കും മീര പറയും, എന്താ സച്ചി പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ടേ. ഒന്നുമില്ല, നല്ല കുട്ടിയാണെന്ന് പറയുമായിരുന്നു എന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും മീരയുടെ ഫോണിൽ ഒരു കോള് വരുവാണ്. ശ്രുതിയാണേ വിളിക്കുന്നത്, പക്ഷെ അത് സച്ചിയുടെ മുമ്പിൽ കാണിക്കുന്നില്ല. ഹലോ സൂസി, ഫയലൊക്കെ റെഡിയല്ലേ, ഞാനിപ്പോൾ അവിടെ എത്തും, നീ മറ്റേ ഫയൽ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴേക്കും ഫോൺ ചാർജ് തീർന്ന പോലെ മീര അഭിനയിക്കുവാണേ. എന്നിട്ട് ആ ഫോൺ ഓഫാക്കി കളയുന്നുണ്ട്. എന്നിട്ട് സച്ചിനോട് പറയുന്നുണ്ട്, അയ്യോ എൻ്റെ ഫോണിൽ ചാർജ് തീർന്നല്ലോ. അപ്പോൾ സച്ചി പറയും, പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഫോണിൽ ചാർജ് ഉണ്ടാന്നൊക്കെ നോക്കണ്ടേന്ന് പറയുമ്പോൾ മീര പറയുന്നുണ്ട്, ഞാനിന്ന് ചാർജ് ചെയ്യാൻ മറന്നുപോയി സച്ചി. ഇപ്പോൾ ഫോണിൽ ചാർജ് അത്യാവശ്യമാണ്, കാരണം നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അതിലല്ലേ ഉള്ളത്, നമ്മളെപ്പോഴും ഫോണിൽ ചാർജ് ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ മീര പറയും, എനിക്കിപ്പോൾ എൻ്റെ ആ ഫ്രണ്ടിനെ അത്യാവശ്യമായിട്ട് വിളിച്ചിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സച്ചി പറയും, അതിനെന്താ പറഞ്ഞോ, എൻ്റെ ഫോണിൽ ചാർജില്ലല്ലോ സച്ചിയുടെ ഫോൺ ഒന്ന് തരാമോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ടേ, ദേ ഇവിടെ ചാർജർ ഉണ്ട്, കുത്തിയിട്ടോ എന്ന് പറയുവാണ്. അപ്പോൾ മീര പറയും, അയ്യോ ഈ ചാർജർ എനിക്ക് സെറ്റ് ആവത്തില്ല, എൻ്റെ ചാർജർ വേറെ ടൈപ്പാണ്, ഈ കേബിൾ എനിക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ആ കേബിൾ തിരിച്ച് സച്ചിക്ക് തന്നെ കൊടുക്കുവാണേ. മീരയ്ക്ക് എങ്ങനെയെങ്കിലും സച്ചിയുടെ ഫോൺ മേടിക്കണമല്ലോ. സച്ചി പറയുന്നുണ്ട്, ഇന്നാ ഫോൺ വിളിച്ചിട്ട് എളുപ്പം താന്ന് പറഞ്ഞിട്ട് മൊബൈൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീര ഫോണിൽ ഇങ്ങനെ എളുപ്പം കിട്ടിയ സ്ഥിതിക്ക് വീഡിയോ സെർച്ച് ചെയ്യുവാണ് ഫോണിൽ. അപ്പോൾ കുറച്ച് നേരമായിട്ട് മീരയുടെ സൗണ്ടൊന്നും കേൾക്കാത്തതുകൊണ്ട് സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ ഫോൺ വിളിക്കുന്നില്ലേ, ഫോൺ വിളിക്കാൻ വേണ്ടി ഫോൺ ചോദിച്ചിട്ട് ഇതുവരെ സൗണ്ടൊന്നും കേട്ടില്ലല്ലോ. മീര പറയും, അതേ ഞാൻ നമ്പർ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഈ മൊബൈൽ വന്നേ പിന്നെ ഒരാളുടെ നമ്പറും എൻ്റെ മൈൻഡിൽ നിൽക്കുന്നില്ല, ആകെ കൺഫ്യൂഷൻ. അപ്പോൾ സച്ചി പറയും, അത് ശരിയാ, പണ്ട് ലാൻഡ് ഫോണൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ 60 പേരുടെ നമ്പർ വരെ ഓർത്തിരിക്കും, ഞാനും അതെ, പെട്ടെന്നൊക്കെ എന്ത് സ്പീഡിലാണ് ഒരാളെ വിളിക്കുന്നതെന്നൊക്കെ അറിയോ, ഇപ്പോൾ ഒരാളുടെ നമ്പറും മനസ്സിൽ നിൽക്കുന്നില്ല എന്ന് പറയുവാണ്. അപ്പം മീര ഒന്നും അറിയാത്ത പോലെ ലാസ്റ്റ് ഡിജിറ്റ് 50 ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഡയൽ ചെയ്യുന്നത് പോലെ കാണിച്ചിട്ട് ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വീഡിയോ സെർച്ച് ചെയ്യുവാണേ. എത്ര നേരമായി നമ്പർ കിട്ടിയില്ലെന്ന് ചോദിക്കുവാണേ സച്ചി. അപ്പോഴേക്കും മീര പറയും, അതേ കിട്ടി. മീര ആ ടൈമിൽ നമ്മുടെ വീഡിയോ കണ്ടുപിടിക്കുവാണേ ഫോണിൽ, കിട്ടി. അപ്പോൾ സച്ചി പറയും, എന്ത് കിട്ടിയെന്ന്, അല്ല ആ നമ്പർ എനിക്ക് ഓർമ്മ വന്നു, ഇപ്പം തന്നെ ഞാൻ കോള് വിളിച്ചിട്ട് തരാവേ എന്ന് പറഞ്ഞിട്ട് സച്ചിൻ്റെ അടുത്ത് പറയുമ്പോഴേക്കും ആ കിട്ടിയ സന്തോഷത്തിൽ ശ്രുതിക്ക് ഫോർവേഡ് ചെയ്യാൻ പോകുമ്പോഴേക്കും നമ്മുടെ രേവതി ഫോണിലോട്ട് വിളിക്കുവാണേ. അപ്പോൾ സച്ചി പറയും, ആ കോള് എൻ്റെ ഫോണിൻ്റെ ബെല്ലടി കേട്ടോ, അത് രേവതിയാണ് വിളിക്കുന്നത്, ആ ട്യൂൺ അവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ വെച്ചിരിക്കുവാന്ന് പറയുമ്പോഴേക്കും മീര പറയും, ഞാൻ കോൾ ചെയ്തിട്ട് ഫോൺ തന്നാൽ പോരെ, അല്ല രേവതി വിളിച്ചോണ്ടിരിക്കുവല്ലേ, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് തരാമെന്നൊക്കെ പറയുവാണേ. അപ്പോൾ മീര പറയുന്നുണ്ട്, എന്നാലും ഞാനൊന്ന് വിളിക്കട്ടെ, ഏതായാലും അവൾ വിളിച്ചില്ലേ, ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ മീരയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് സച്ചി സംസാരിക്കുവാണേ.
സച്ചി ഉള്ളാണ്ട വിശേഷമൊക്കെ രേവതിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്, പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, എൻ്റെ കാറിൽ ഇപ്പോൾ ആരാ കയറിയിരിക്കുന്നതെന്ന് നിനക്കറിയാവോ? അപ്പോൾ രേവതി പറയും, സച്ചിയുടെ കാറിൽ ആരാ കയറിയിരിക്കുന്നത് ഞാൻ എങ്ങനെ അറിയാനാ? നിനക്ക് അറിയാവുന്ന ഒരാളാ. അപ്പോൾ രേവതി പറയും, എൻ്റെ കൂടെ പോകട്ടാ സഹായിക്കുന്ന ആരെങ്കിലും ആണോ? ഏയ് അവരൊന്നും അല്ല, നിൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറയുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടോ? ആ നിൻ്റെ ഫ്രണ്ടുമാണ്, നമ്മുടെ പാലറട്ടത്തിയുടെ ഫ്രണ്ടും ആണെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, പാലറട്ടത്തിയുടെ ഫ്രണ്ട് എന്ന് പറയുമ്പോഴേക്കും മീര. ആ മീരയാണ്. എൻ്റെ വണ്ടി ബുക്ക് ചെയ്തു. ഞാൻ വന്ന് നോക്കിയപ്പോൾ മീര. അവളെ ഇപ്പം ഞാൻ ഇറക്കും. ഇറക്കി കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് വരാം എന്നൊക്കെ പറയുവാണ് രേവതിയോട്. അപ്പോൾ രേവതി ശരി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സച്ചി പറയുന്നുണ്ട്, പിന്നെ രേവതി അത് പിന്നെ ആ നമ്മുടെ ഓട്ടക്കാരനെ കത്ത് അയച്ചിട്ടുണ്ടായിരുന്നില്ലേ, കത്ത് എഴുതി വിടുന്നുണ്ടായിരുന്നില്ലേ, അതാരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയുവാണേ. അത് കേൾക്കുമ്പോഴേക്കും മീര നെട്ടുവാണ് ബാക്കിലിരുന്ന്. അപ്പോൾ രേവതി പറയും, ആണോ സച്ചേട്ടൻ അത് ആരാണെന്ന് അറിഞ്ഞോ? കണ്ടുപിടിച്ചു, ബാക്കി വിശേഷമൊക്കെ ഞാൻ വീട്ടിൽ വന്നിട്ട് പറയാം രേവതി എന്നൊക്കെ പറയുവാണ്. അപ്പോൾ മീര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, നവീനെ സച്ചി കണ്ടുപിടിച്ചെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പിന്നെ ശ്രുതിയെ പറ്റിയുള്ള വിവരങ്ങളും അവൻ പറഞ്ഞിട്ടുണ്ടാവും. സച്ചിയുടെ കയ്യിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുവാണ്. അപ്പോഴേക്കും സച്ചി മീര പറഞ്ഞ സ്ഥലത്ത് വണ്ടി എത്തിച്ചു കൊടുക്കുവാണേ. വണ്ടി നിർത്തുമ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇവിടെ നിർത്തിയ? നിർത്താതെ പിന്നെ മീര പറഞ്ഞ സ്ഥലം എത്തി, ഇതേ നോക്കിയെന്ന് പറയുമ്പോഴേക്കും മീര പറഞ്ഞ സ്ഥലം തന്നെയാണ്. ഓ ശരി എന്നാന്ന് പറഞ്ഞ് പേഴ്സിൽ നിന്ന് കാശെടുത്ത് സച്ചിക്ക് കൊടുത്തിട്ട് കാറിൽ നിന്ന് ഇറങ്ങുവാണേ. ഈ ടൈമിൽ ഇറങ്ങിക്കഴിയുമ്പോഴേക്കും മീര നേരെ വിളിക്കുന്നത് ശ്രുതിയെയാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, വീഡിയോ എടുത്തോ മീര എന്ന് ചോദിക്കുമ്പോഴേക്കും മീര പറയും, ഇല്ല ശ്രുതി എനിക്കത് എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവാണ്. എന്താ മീര ഇത്? എനിക്ക് വേണ്ടി ഈ ഒരു കാര്യം പോലും നിനക്ക് ചെയ്യാൻ പറ്റില്ലേ? എത്ര പ്ലാനിങ്ങോടെയാണ് നിന്നോട് ഈ കാര്യം ചെയ്യാൻ പറഞ്ഞത്? അപ്പം മീര പറയും, നീ ദേഷ്യപ്പെടല്ലേ, നീ പറഞ്ഞതുപോലെ തന്നെ സച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഫോണൊക്കെ മേടിച്ചതാ. നീ പറഞ്ഞ ആ വീഡിയോയും കണ്ടു. ആൻറ്റിയുടെ കയ്യിൽ നിന്ന് പേഴ്സ് തട്ടിപ്പറിച്ച് പോകുന്ന ശരത്തിന് ഞാൻ കണ്ടതാ. അത് നിൻ്റെ നമ്പറിലോട്ട് ഞാൻ ഫോർവേഡ് ചെയ്യാൻ പോയപ്പോഴേക്കും സച്ചിയുടെ ഭാര്യ രേവതി വിളിച്ചു എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കും, രേവതി വിളിച്ചെങ്കിൽ എന്താ? ഫോൺ കട്ടാവുമ്പോഴേക്കും ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും നിനക്ക് മേടിച്ചൂടെ ആ ഫോൺ വീണ്ടും? അപ്പോൾ മീര പറയുന്നുണ്ട്, അതെങ്ങനെയാ? എത്തണ വരെ സച്ചി രേവതിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഒരു കാര്യം, സച്ചി എന്ത് സ്വീറ്റായിട്ട് രേവതിയോട് സംസാരിക്കുന്നതെന്നറിയോ? അവരെന്ത് നല്ല കപ്പിളാ. നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോൾ എനിക്ക് ഇതുവരെ കല്യാണം കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷേ സച്ചി രേവതിയോട് സംസാരിക്കുന്ന രീതിയൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് കല്യാണം കഴിച്ചാൽ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവാണേ. നീ എന്താ അവരെ പൊക്കി പറയാൻ വേണ്ടിയിട്ടാണോ എന്നിപ്പോൾ ഫോൺ വിളിച്ചത്? നിന്നോട് അതിന് വേണ്ടിയിട്ടാണോ, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണോ നിന്നെ ഞാൻ ആ കാറിൽ കയറ്റി വിട്ടതെന്നൊക്കെ പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, നീ ദേഷ്യപ്പെടല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടി, നിൻ്റെ ജീവിതത്തിൽ പുതിയൊരു പ്രശ്നം കൂടി വന്നു ചേർന്നിരിക്കുവാന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കും, എന്ത് പ്രശ്നം? അത് പിന്നെ സച്ചിയെ ആ നവീനെ കണ്ടുപിടിച്ചു എന്ന് പറയുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ഷോക്കാവുകയാണ്. എന്ത് സച്ചി നവീനെ കണ്ടുപിടിച്ചെന്നോ? സച്ചി അത് രേവതിയോട് ഫോണിൽ പറയുന്നുണ്ടായിരുന്നു. ഡീറ്റെയിൽസ് ഒക്കെ വീട്ടിൽ വന്നിട്ട് പറയാം എന്നാ പറഞ്ഞത്. നവീനെ കൈയോടെ പിടിച്ചു എന്നൊക്കെ സച്ചി ഫോണിൽ കൂടി പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ടെൻഷൻ കയറുവാണേ. ആ നവീൻ എല്ലാ കാര്യങ്ങളും സച്ചിനോട് പറഞ്ഞിട്ടുണ്ടാവോ? അപ്പോൾ മീര പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല. സച്ചി ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ രേവതിയോട് പറയും. അത് കഴിഞ്ഞ് വീട്ടിലെല്ലാവരോടും പറയും. നീ സൂക്ഷിച്ചോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് മീര കോള് കട്ട് ചെയ്യുവാണ്. ശ്രുതി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളെ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.